ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ മനോഹരമായ മറ്റൊരു ദിവസം കൂടെ നമുക്ക് ഏവർക്കും ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഭൂമി മുഴുവനും പലവിധമായ പ്രയാസങ്ങളിലൂടെയും ശോധനകളിലൂടെയും കടന്നു പോകുന്നതായ ഈ നിർണായക നാളുകളിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിൽ നാം ഇന്ന് കേൾക്കുന്ന പ്രകാരമുള്ള ബാധകളോ രോഗങ്ങളോ വൈറസുകളോ വെള്ളപ്പൊക്കങ്ങളോ ഉരുൾപൊട്ടലുകളോ വിമാന അപകടങ്ങളോ ഒന്നുമില്ലാത്ത സ്വർഗീയ രാജ്യത്തിന്റെയോ അവകാശികളായി മാറുവാൻ തക്കവണ്ണം നമുക്ക് ഇവർക്കും ഈ നാളുകളിൽ ഇനിയും മറന്നു പോകാതെ, ഇനിയും മറത്തു നിൽക്കാതെ ദൈവത്തെ സ്വീകരിക്കുവാൻ, ദൈവത്തെ അംഗീകരിക്കുവാൻ, യേശുവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടവരുമാറാകട്ടെ എന്ന് ആമുഖമായി ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഇറ്റ് ഈസ് റിട്ടൻ മലയാളം പ്രോഗ്രാമിന്റെ ഇന്നത്തെ വചനധ്യാന ശുശ്രൂഷയിലേക്ക് നമുക്ക് ഏവർക്കും പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് പകൽക്കാലം വീണ്ടും ഒരിക്കൽ കൂടെ നാം പഠനത്തിലേക്കായിട്ട് കടന്നു പോകുന്നത്. എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും ഇന്നത്തെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞ ഓരോ നാളുകളിലും അവിടുന്ന് അത്ഭുതകരമായി ഞങ്ങളെ പരിപാലിച്ചതിനായി സ്തോത്രം. പലവിധമായ ശോധനകളെ കുറിച്ച് ദിനംതോറും ഞങ്ങൾ കേൾക്കുന്നു. ഓരോ ദിവസവും ഞെട്ടലുളവാക്കുന്ന വാർത്തകൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പിതാവേ, ഒരിക്കലും ചിന്തിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാകുന്ന ഈ നാളുകളിൽ ഇനിയും കർത്താവെ മറത്തു നിൽക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ മടങ്ങി വരുവാൻ, ഈ ലോകത്തിൽ ഞങ്ങളുടെ ഒരേ ഒരു സുരക്ഷിതത്വം യേശുവിൽ മാത്രമാണ് ഓർത്തുകൊണ്ട് ആ യേശുവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങൾ എല്ലാവരും അവിടെ ഇടവരുത്തുമാറാകണമേ. ഇന്നത്തെ വചനധ്യാന ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പഠിക്കുന്ന വിഷയത്തിന്മേൽ അവിടെ ഇടപെടണമേ. അത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അത് ആഴമായി മനസ്സിലാക്കുവാൻ, ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ, യേശുവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ അവിടെ ഇടവരുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് നാം ഇന്ന് പകൽക്കാലം പ്രവേശിക്കുകയാണ്. ദി ഫോൾ ഓഫ് ബാബിലോൺ, ബാബിലോണിന്റെ വീഴ്ച എന്ന വിഷയത്തെ ആസ്പദമാക്കി നാം ഇന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം കടന്നു പോവുകയാണ്. നമുക്ക് ഏവർക്കും വളരെയധികം പരിചയമുള്ള ഒരു കഥയാണ് ബാബിലോണിന്റെ വീഴ്ചയെ കുറിച്ച്. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ബാബിലോൺ സാമ്രാജ്യം എപ്രകാരമാണ് തകരുവാൻ തക്കവണ്ണം ഇടയായത് എന്ന് നാം ഓരോരുത്തരും അധികമായി പഠിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചരിത്ര സംഭവമാണ്, ചരിത്രപരമായ ഒരു വസ്തുതയാണ്. എന്നാൽ ഈ ബാബിലോൺ സാമ്രാജ്യം വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ, അത് വീണ്ടും പുനരുദ്ധരിക്കുവാനും, ആ സാമ്രാജ്യം ഇരുന്ന അതേ സ്ഥലത്ത് പഴയ ബാബിലോണിന്റെ കൊട്ടാരത്തിന്റെ മാതൃകയിൽ ഒരു കൊട്ടാരം, ആ നഗരത്തെ പണിതുയർത്തുവാൻ തക്കവണ്ണം മരണപ്പെട്ടു പോയ സദാം ഹുസൈൻ അദ്ദേഹം പലതവണ ശ്രമിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ എല്ലാ ശ്രമവും പരാജയപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. എന്താണ് കാരണം അപ്രകാരം ഒരു മനുഷ്യനും തകർക്കപ്പെട്ടു പോയ ആ ബാബിലോൺ സാമ്രാജ്യം പുതുക്കി പണിയുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞതിനാൽ ഈ ലോകത്തിൽ സദാം ഹുസൈൻ എന്ന് മാത്രമല്ല മറ്റാർക്കും തന്നെ സാധിക്കുവാൻ തക്കവണ്ണം കഴിയാത്തൊരു കാര്യത്തെക്കുറിച്ച് വചനം പറയുന്നു. ആർക്കും അത് ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. അതുകൊണ്ടാണ് യിരെമ്യാവിന്റെ പുസ്തകം 50-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ബാബിലോണിനെ കുറിച്ച് ഇപ്രകാരം ദൈവത്തിന്റെ വചനം പറഞ്ഞത്: വടക്ക് നിന്ന് ഒരു ജാതി അതിന്റെ നേരെ പുറപ്പെട്ടു വരുന്നു, അത് ആ ദേശത്തെ ശൂന്യമാക്കുന്നു, അതിൽ ആരും വസിക്കുന്നില്ല, മനുഷ്യരും മൃഗങ്ങളും ഓടി പൊയ്ക്കളയുന്നു. ആ ബാബിലോൺ സാമ്രാജ്യം തകർക്കപ്പെടുമെന്നും ആ സാമ്രാജ്യത്തിൽ, ആ നഗരത്തിൽ ഇനി ആരും വസിക്കുകയില്ല എന്നും, ആ നഗരം ശൂന്യമാക്കപ്പെടുമെന്നും അവിടെ ആരും വസിക്കുവാൻ പോകുന്നില്ല എന്നും ദൈവത്തിന്റെ വചനം അടിവരയിട്ട് നമ്മോട് പറയുന്നു. ആ വചനത്തിൽ നാം വിശ്വസിക്കുക. അതുകൊണ്ടാണ് സദാം ഹുസൈൻ അതിന് ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് അത് സാധിക്കാതെ പോയത് എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 50-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ വീണ്ടും ആ രാജ്യത്തെക്കുറിച്ച് ഇപ്രകാരം ദൈവം പറയുന്നു: യഹോവയുടെ ക്രോധം ഹേതുവായി അത് നിവാസികൾ ഇല്ലാതെ അശേഷം ശൂന്യമായി തീരും. ബാബേലിനരികത്തുകൂടി കടന്നു പോകുന്ന ഏവരും സ്തംഭിച്ച് അതിന്റെ സകല ബാധകളും നിമിത്തം ചൂളകുത്തും. ഇവിടെ ബാബിലോൺ സാമ്രാജ്യം പൂർണ്ണമായും നശിക്കപ്പെടും. അതുമാത്രവുമല്ല, ആ സാമ്രാജ്യം, ആ നഗരം
നഗരം ഒരിക്കലും ഇനി പുനഃസ്ഥാപിക്കപ്പെടുകയില്ല എന്ന് യഹോവയായ ദൈവം യിരെമ്യാവിലൂടെ പറയുവാൻ തക്കവണ്ണം ഇടയായതും അത് എത്രത്തോളമാണ് ഇന്ന് നിവർത്തിക്കപ്പെട്ടിരിക്കുന്നത്, അത് എത്രത്തോളമാണ് യാഥാർത്ഥ്യത്തോടു കൂടി നമ്മുടെ കണ്ണിന് മുൻപാകെ ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ വെളിപ്പാടിന്റെ പ്രവചനം 14-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ മറ്റൊരു ബാബിലോണിനെ കുറിച്ച് വേദപുസ്തകം നമ്മോട് സംസാരിക്കുന്നു. പഴയ ബാബിലോൺ തകർക്കപ്പെട്ടു. ആ ബാബിലോൺ പുതുക്കി പണിയുവാനോ ആ നഗരം യഥാസ്ഥാനപ്പെടുത്തുവാനോ ആർക്കും കഴിയുകയില്ല. ഇനി അവിടെ ആരും വസിക്കുകയില്ല എന്ന് വചനം പറയുമ്പോൾ വെളിപാടുകാരനായ യോഹന്നാൻ പറയുന്നു ബാബിലോണിനെ കുറിച്ച് ചില കാര്യാദികൾ. വീണ്ടും എന്താണ് 14-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 8-ാമത്തെ വാക്യം പറയുന്നത്? രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്ന് വീണുപോയി തന്റെ ദുർനടപ്പിന്റെ ക്രോധമധ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. വീണ്ടും ബാബിലോൺ എന്ന പേര് യോഹന്നാൻ ഉദ്ധരിച്ചുകൊണ്ട് ആ ബാബിലോൺ വീണുപോയി എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. പഴയ നിയമത്തിൽ വീണുപോയ അതേ ബാബിലോൺ വാസ്തവത്തിൽ പുതിയ നിയമത്തിൽ ആത്മീയ ബാബിലോണായി കാണപ്പെടുന്ന ആ ആത്മീയ ബാബിലോണിന്റെ വീഴ്ചയെ കുറിച്ച് യോഹന്നാൻ അടിവരയിട്ട് നമ്മോട് പറയുകയാണ്. ഏത് സത്യത്തെക്കുറിച്ചാണ് ഈ ബാബിലോൺ എന്ന പുതിയ നിയമത്തിലെ വെളിപാട് പുസ്തകത്തിലെ ആ പരാമർശം നമ്മെ വിരൽ ചൂണ്ടി കാണിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആയതിലേക്കായി ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ആ പ്രാചീന ബാബിലോണിന്റെ വീഴ്ചയെ കുറിച്ച് നാം ഇപ്രകാരം ദൈവത്തിന്റെ വചനത്തിലെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബെൽഷസ്സർ രാജാവ്, ദാനിയേൽ 5-ാം അധ്യായം 1 മുതൽ 5 വരെ, ബെൽഷസ്സർ രാജാവ് തന്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി. അവർ കാണെ വീഞ്ഞു കുടിച്ചു. ബെൽഷസ്സർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തന്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്നും എടുത്തുകൊണ്ടുവന്നിരുന്ന പൊൻ വെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ യെരൂശലേമിലെ ദൈവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്നും കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്ന് രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. അവർ വീഞ്ഞ് കുടിച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഒരു കൈപ്പത്തി കടന്നു വരികയും ഈ സംഭവം നടക്കുമ്പോൾ ഒരു കൈപ്പത്തി കടന്നു വന്ന് ചുവരിന്മേൽ ഒരു കാര്യം എഴുതുവാനിടയായി. അത് രാജാവ് കണ്ടു എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. എന്തായിരുന്നു അവിടെ അപ്രകാരം എഴുതുവാൻ തക്കവണ്ണം ഇടയായത് എന്ന് നാം പരിശോധിക്കേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. എത്ര അതിശയകരമായ ഒരു കാര്യമാണ് ഈ വാക്യങ്ങളിലൂടെ ദൈവം നമ്മെ കേൾപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അവർ വീഞ്ഞു കുടിച്ചു മത്തരായിരിക്കുന്ന സമയത്ത് അവരെ അതിശയിപ്പിച്ചുകൊണ്ട് ഒരു കൈപ്പത്തി വന്ന് അവരുടെ നേരെ ഒരു ന്യായവിധി എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്തായിരുന്നു ശേഷം നടന്നത്? ദാനിയേൽ പ്രവാചക പുസ്തകം 5-ാം അധ്യായം 18 മുതൽ 23 വരെ ആ കഥയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു. ദാനിയേൽ രാജാവ് ദാനിയേൽ പ്രവാചകൻ അവിടേക്ക് കടന്നു വരികയും ദാനിയേൽ പ്രവാചകൻ രാജാവിനോട് ഇപ്രകാരം ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. രാജാവേ, അത്യുന്നതനായ ദൈവം തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസറിന് രാജത്വവും മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകി. അവന് നൽകിയ മഹത്വം ഹേതുവായി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവന്റെ മുൻപിൽ ഭയപ്പെട്ടു വിറച്ചു. തനിക്ക് ബോധിച്ചവനെ അവൻ കൊല്ലുകയും ബോധിച്ചവനെ ജീവനോടെ വെക്കുകയും ബോധിച്ചവനെ ഉയർത്തുകയും ബോധിച്ചവനെ താഴ്ത്തുകയും ചെയ്യുന്നു. എന്നാൽ അവന്റെ ഹൃദയം ഗർവിച്ചു. അവന്റെ മനസ്സ് അഹങ്കാരത്താൽ കഠിനമായി പോയ ശേഷം അവൻ രാജാസനത്തിൽ നീങ്ങിപ്പോയി. അവർ അവന്റെ മഹത്വം അവങ്കിൽ നിന്നും എടുത്തു കളഞ്ഞു. അങ്ങനെ അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീങ്ങി. അവന്റെ ഹൃദയം മൃഗപ്രായമായി തീർന്നു. അവന്റെ പാർപ്പ് കാട്ടുകഴുതകളോടുകൂടെയായിരുന്നു. അവനെ കാളയെപ്പോലെ പുല്ല് തീറ്റി. മനുഷ്യരുടെ രാജ്യത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതിന് നിയമിക്കുകയും ചെയ്യുന്നുവെന്ന് അവൻ അറിഞ്ഞതുവരെ അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു. വീണ്ടും അവന്റെ മകനായ ബെൽഷസ്സരെ ഇതൊക്കെയും അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവന്റെ ആലയത്തിലെ പാത്രങ്ങളെ അവന്റെ തിരുമുമ്പിൽ കൊണ്ടുവന്ന് തിരുമേനിയും മഹത്തുക്കളും
തിരുമനസ്സിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു കുടിച്ച് കാണാനും കേൾപ്പാനും അറിവാനും വഹിയാത്ത പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചതുമില്ല. അപ്രകാരം ദാനിയേൽ പ്രവാചകൻ ഈ രാജാവ് ചെയ്യുവാനിടയായ വലിയൊരു വീഴ്ചയെ കുറിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുവാനും ആ ന്യായവിധി ദൈവം ഈ രാജാവിന് നേരെ കൈക്കൊള്ളുവാനും ഈ സാമ്രാജ്യത്തിന് നേരെ കൈക്കൊള്ളുവാനും ഇടയായ ന്യായവിധിയെ കുറിച്ച് രാജാവിനോട് ധൈര്യസമേതം പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്തായിരുന്നു ആ കൈപ്പത്തി അവിടെ ചുവരിൽ എഴുതുവാൻ ഇടയായത്? ദാനിയേൽ 5-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എഴുതിയിരിക്കുന്ന എഴുത്തോ മേനെ മേനെ തേക്കൽ ഊഫർസീൻ, മേനെ മേനെ തേക്കൽ ഊഫർസീൻ. എന്തായിരുന്നു അപ്രകാരം എഴുതപ്പെട്ടതായ ആ വാക്യത്തിന്റെ അർത്ഥം? 5-ാം അധ്യായം 26 മുതൽ 28 വരെ കാര്യത്തിന്റെ അർത്ഥമാവിത്. മേനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെരേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. ഇവിടെ എന്താണോ ദാനിയേൽ പ്രവാചകൻ ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ച് ആ രാത്രിയിൽ ബെൽഷസ്സറിനോടും അവിടെ ഉണ്ടായിരുന്നവരോടും പറയുവാൻ തക്കവണ്ണം ഇടയായത്, ആ വചനം കൃത്യമായി ആ രാത്രിയിൽ തന്നെ സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി എന്ന് അതേ അധ്യായം 30-ാമത്തെ വാക്യം 31-ാമത്തെ വാക്യത്തിൽ വചനം വ്യക്തമായി പറയുന്നു. ചരിത്രവും അതിനെ വ്യക്തമായി പിന്താങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാര്യാവേശ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. ദൈവത്തിന്റെ വചനം എന്തു പറഞ്ഞുവോ അത് പ്രകാരം ബാബിലോൺ സാമ്രാജ്യം തകർക്കപ്പെടുകയും മേദ്യരുടെയും പേർസ്യരുടെയും സാമ്രാജ്യം അവിടെ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാവുകയും മേദ്യരുടെ രാജാവായ ബെൽഷസ്സർ അവിടെ രാജാവായി മാറുവാൻ തക്കവണ്ണം ഇടവരികയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രാചീന ബാബിലോണിന് സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയായത് എന്ന് നമ്മെ തിരുവെഴുത്തുകൾ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. ഇവിടെ വെളിപാട് പുസ്തകത്തിലേക്ക് നാം കടന്നു വന്നാൽ ആത്മീയ ബാബിലോണിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. എന്താണോ പ്രാചീന ബാബിലോണിന് സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയായത്, അതേ അനുഭവം തന്നെ, അതേ വീഴ്ചയുടെ അനുഭവം തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ ഇപ്രകാരം വെളിപാട് പുസ്തകത്തിൽ കാണപ്പെടുന്ന ആധുനിക ബാബിലോണിന് സംഭവിക്കുന്നു എന്ന് നമ്മെ തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുന്നു. വെളിപാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ്? ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ എന്താണ് പ്രാചീന ബാബിലോണിന്റെ വീഴ്ചയുടെ കാരണം? അവരെന്ത് ചെയ്തു? ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം ദൈവത്തിന്റെ ആലയത്തിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിയിരുന്ന ആലയത്തിലെ വിശുദ്ധമായ ഉപകരണങ്ങളെ അവർ നിരുപയോഗം ചെയ്തു, അവർ ദുരുപയോഗം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ ആലയത്തിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം വിശുദ്ധീകരിച്ചവയിൽ അവർ അന്യായമായി ഇത് പ്രവർത്തിക്കുകയും അവർ ഭോഷ്കായി ഇത് പ്രവർത്തിക്കുകയും തെറ്റായ ഒരു പ്രവൃത്തിയിൽ അവർ ഏർപ്പെടുവാൻ ചെയ്യുകയും ഇടയായതുകൊണ്ട് അവരുടെ മേൽ ഒരു ന്യായവിധിയെ നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. വളരെ നിന്ദ്യമായ ഒരു പ്രവൃത്തിക്ക് ആ രാത്രിയിൽ ബാബിലോൺ രാജാവും പരിവാരങ്ങളും ഇടയായിത്തീർന്നു. അവർ വിശുദ്ധമായതിനെ നിന്ദിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവർ വിശുദ്ധമായതിനെ അശുദ്ധമായി ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതേ അനുഭവം തന്നെ ബാബിലോൺ, ആധുനിക ബാബിലോണായി വെളിപാട് പുസ്തകത്തിലെ ആ ബാബിലോണിനും അതേ കാര്യം തന്നെ ദൈവം വിശുദ്ധമായി നിലനിർത്തുവാൻ അല്ലെങ്കിൽ വിശുദ്ധമായി കാണുവാൻ ആവശ്യപ്പെട്ടതിനെ അശുദ്ധമാക്കിയതിലൂടെ, അതിനെ നിന്ദിക്കുവാൻ ഇടയായതിലൂടെ പ്രാചീന ബാബിലോണിന് സംഭവിച്ച അതേ വീഴ്ച ആധുനിക ബാബിലോണിനും സംഭവിക്കുന്നു എന്ന് നമ്മെ തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വെളിപാട് 14:7 പറഞ്ഞത്, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ. എന്നാൽ അവർ അപ്രകാരം ഈ ബാബിലോൺ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം, വിശുദ്ധമായ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം അശുദ്ധമായ ദിവസത്തിൽ, ദൈവം വേർതിരിക്കാത്ത ദിവസത്തിൽ, ദൈവം ശുദ്ധീകരിച്ച് വേർതിരിക്കുവാൻ ഇടയാകാത്ത ദിവസത്തിൽ അവർ നിന്ദ്യമായ പ്രവൃത്തിക്കായി ലോകത്തെ ആഹ്വാനം ചെയ്യുന്നു.
അതുകൊണ്ടാണ് വേദപുസ്തകത്തില് ദൈവം സൃഷ്ടാവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം ശബത്തിൽ ദൈവജനത്തോട് സൃഷ്ടാവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം ഒരു ആഹ്വാനം നൽകുന്നത് എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇവിടെ ബെൽഷസ്സർ രാജാവിന് യെരുശലേം ദൈവാലയത്തിലെ ആ ഉപകരണങ്ങളൊക്കെയും വിശുദ്ധമാണ് എന്ന് സ്വയം അറിവുണ്ടായിരുന്നത് പോലെ ദാനിയേൽ ചോദിക്കുന്നു, അല്ലയോ രാജാവേ, ഇതൊക്കെയും നീ അറിഞ്ഞിട്ടും, അവൻ അറിയാമായിരുന്നിട്ടും അവൻ വിശുദ്ധമായവയിൽ അശുദ്ധമായ പ്രവൃത്തിയെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായതുപോലെ ഇന്ന് ലോകം മുഴുവനും ശബത് സത്യമാണ് എന്ന് ദൈവത്തിന്റെ ജനം വിളിച്ചു പറയുമ്പോൾ, സത്യമാണെന്നറിഞ്ഞിട്ടും അശുദ്ധമായ ഒരു പ്രവൃത്തിക്കായി ഇന്നത്തെ ആധുനിക ബാബിലോൺ തങ്ങളെ ഏൽപ്പിക്കുകയും ആ ബാബിലോണിന്റെ മാതൃകയെ ലോകത്തുള്ള സകല സമസ്ത സഭകളും ഏറ്റെടുക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയായതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ആ ബാബിലോൺ വീണു പോകും, ആ ബാബിലോൺ വീണു പോകും എന്ന് വ്യക്തമായി നമ്മോട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ 2 സ്ത്രീകളെ കുറിച്ച് വേദപുസ്തകം പരാമർശിക്കുന്നു. 2 സ്ത്രീകളെ കുറിച്ച് വേദപുസ്തകം പരാമർശിക്കുന്നു. ഒരു സ്ത്രീ അശുദ്ധയായ സ്ത്രീയും മറ്റേ സ്ത്രീ വിശുദ്ധയായ സ്ത്രീയും. ആ സ്ത്രീകളെ കുറിച്ച് ദൈവത്തിന്റെ വചനം ഇപ്രകാരം ചില കാര്യാദികൾ പറയുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ ഇപ്രകാരം പറയുന്നു, സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. ഇവിടെ സൂര്യനെ അണിഞ്ഞ ഒരു മണവാട്ടി സഭയെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. വേദപുസ്തകത്തിൽ സ്ത്രീ എന്നത് ദൈവത്തിന്റെ സഭയെ സൂചിപ്പിക്കുന്നു. ഇവിടെ കാണുന്ന ഈ സ്ത്രീ വിശുദ്ധയായ സ്ത്രീയാണ്. അവൾ സൂര്യനെ അണിഞ്ഞ സ്ത്രീയാണ്. അവൾ വളരെ നിഷ്കളങ്കയായ, കാൽക്കീഴിൽ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രവും വിശുദ്ധയായ സ്ത്രീയെ ഈ തിരുവെഴുത്ത് സൂചിപ്പിക്കുന്നു. ദൈവത്തിന്റെ സഭ വിശുദ്ധവും നിഷ്കളങ്കവും പരിശുദ്ധിയുമാണ്. ആ സഭയെ, ദൈവത്തിന്റെ വിശുദ്ധമായ സഭയെ ഈ സ്ത്രീ പ്രതിനിധാനം ചെയ്യുന്നു. എന്നാൽ മറ്റേ സ്ത്രീ, വേറൊരു സ്ത്രീയെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. ആ സ്ത്രീയെ കുറിച്ച് എന്താണ് പറയുന്നത്? വെളിപാട് പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 6 വരെ, പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്നു എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ ഇപ്രകാരം കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഇരിക്കുന്ന ഈ സ്ത്രീ ആരാണ് എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ അപ്രകാരം പറയുവാൻ തക്കവണ്ണം ഇടയായത്, ഈ ശക്തി, അന്ത്യനാളുകളിൽ എഴുന്നേൽക്കുവാൻ പോകുന്ന ഈ ശക്തി എന്നത് സത്യത്തെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളയുന്ന ഒരു ശക്തിയായിട്ടാണ് ഈ ഒരു ശക്തിയെ കുറിച്ച് ദാനിയേൽ പ്രവാചകൻ നമ്മോട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. ഒന്നാമത്തെ സ്ത്രീ വിശുദ്ധയായ സ്ത്രീ ആയിരിക്കുമ്പോൾ, ദൈവത്തെ ഹൃദയം കൊണ്ട് അനുസരിക്കുന്ന ഒരു സ്ത്രീ ആയപ്പോൾ, രണ്ടാമത്തെ സ്ത്രീ അശുദ്ധയായ, രക്തനിറമുള്ള, വളരെയധികം വേശ്യാവൃത്തി ചെയ്യുന്ന, ദൈവത്തെ അനുസരിക്കാത്ത ഒരു സ്ത്രീയായി ഇവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ രണ്ടാമത്തെ സ്ത്രീയെ ബാബിലോൺ ബാബിലോൺ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം കാരണം? എന്തുകൊണ്ടാണ്? കാരണം ബാബിലോൺ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കൺഫ്യൂഷൻ എന്നാണ്. കൺഫ്യൂഷൻ എന്ന വാക്ക് ബാബിലോൺ അല്ലെങ്കിൽ ടവർ ഓഫ് ബാബേൽ, നമുക്ക് ഏവർക്കും അറിയാം, ബാബേൽ ഗോപുരം ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇടയായ ആ സമയത്ത് ദൈവം ഭാഷ കലക്കിക്കളയുകയും അവിടെ ഒരു കൺഫ്യൂഷൻ ഉടലെടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. Therefore, Babylon represents spiritual confusion. It represents what? It represents spiritual confusion. ഇവിടെ ഇന്ന് നാം പരിശോധിക്കുന്നുവെങ്കിൽ ക്രൈസ്തവ ഗോളത്തിലാകമാനം ഇന്ന് വല്ലാത്തൊരു കൺഫ്യൂഷൻ വ്യാപിച്ചിരിക്കുകയാണ്. വേദപുസ്തകം ഒരു സത്യത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ അതിന് വിപരീതമായ കാര്യാദികൾ ലോകത്തിൽ പരത്തിവിട്ട് ഇന്ന് വ്യാപകമായ ഒരു കൺഫ്യൂഷൻ ബാബിലോൺ എന്ന ഈ ആധുനിക ബാബിലോൺ ഇന്ന് ലോകത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നുവെന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു.
ഇവിടെ വെളിപാട് പുസ്തകം 17-ാം അധ്യായം 4 മുതൽ 6 വരെ പറയുന്നു, ആ സ്ത്രീ, ഈ രണ്ടാമത്തെ വേശ്യാവൃത്തി ചെയ്യുന്ന ഈ സ്ത്രീ, അവൾ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവും ഉള്ള വസ്ത്രം ധരിച്ച്, ഈ കടും ചുവപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നുണ്ട്? നിങ്ങളുടെ പാപങ്ങൾ എത്രത്തോളം കടും ചുവപ്പായിരുന്നാലും പാപത്തെ സൂചിപ്പിക്കുവാൻ വേദപുസ്തകം ഉപയോഗിക്കുന്ന ഒരു പരാമർശമാണ് കടും ചുവപ്പ്. ഈ സ്ത്രീ പാപത്തിന്റെ അടയാളമായി ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപം ഈ ലോകത്തിൽ ചെയ്യുന്നവളും പാപം ഈ ലോകത്തെ കൊണ്ട് ചെയ്യിക്കുന്നവളും വല്ലാത്തൊരു കൺഫ്യൂഷൻ ഈ ലോകത്തിൽ ഏൽപ്പിച്ചവളുമായവളായി നമുക്ക് ഈ സ്ത്രീയെ കാണുവാൻ സാധിക്കുന്നു. അവൾ അപ്രകാരം വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം, മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. ഇവിടെ ഈ സഭയെ ഒരു മാതാവിനോട് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. ഒരു സ്ത്രീയെ മാതാവ് എന്ന് വിളിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ വാസ്തവമായും ആ സ്ത്രീ ഒരു അമ്മയായിരിക്കണം. അമ്മമാരെയാണ് നമ്മൾ മാതാവ് എന്ന് സ്വാഭാവികമായും വിളിക്കാറ്. ഇവിടെ ഈ രണ്ടാമത്തെ സ്ത്രീയെ മാതാവ് എന്ന പദം കൊണ്ട് വചനം വിളിക്കുന്നതിലൂടെ ഈ സ്ത്രീ അമ്മയാണ് എന്ന് മാത്രമല്ല, ഈ സ്ത്രീക്ക് ധാരാളം മക്കളുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്താണോ അമ്മയായ ഈ സ്ത്രീ, മാതാവായ ഈ സ്ത്രീ വിശ്വസിക്കുന്നത്, അതേ ആശയങ്ങളും വിശ്വാസ സംഹിതകളും ഉയർത്തിപ്പിടിക്കുന്ന മക്കളുള്ള ഒരു സമൂഹമായി നമുക്ക് ഇതിനെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. നാം കഴിഞ്ഞ ആഴ്ചകളിലെ പഠനത്തിലൂടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിയത്, ഈ ബാബിലോൺ എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ചൂണ്ടിക്കാണിക്കുന്നതും റോമൻ കത്തോലിക്ക സഭയാണ്. റോമൻ കത്തോലിക്ക സഭയാണ് ലോകത്തിൽ ഇന്ന് കാണുന്ന സകല വചന വിരുദ്ധതകളെയും സകലവിധമായ വചന വിരുദ്ധ ചിന്താഗതികളെയും തെറ്റായ വേദപുസ്തക പഠിപ്പീരുകളെയും വ്യാപകമാക്കി ഈ ലോകത്തിൽ ഒരു ആത്മീയ കൺഫ്യൂഷൻ ഉണ്ടാക്കുവാൻ തക്കവണ്ണം കാരണക്കാരായത് റോമൻ കത്തോലിക്ക സഭ ആകുന്നു എന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞ ആഴ്ചകളിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അത് ഞാൻ പറയുക മാത്രമല്ല, ഇപ്രകാരം വചനത്തിൽ ഉള്ള വചനത്തിലുള്ളതായ സത്യങ്ങൾക്ക് വിരുദ്ധമായി ഞങ്ങൾ തന്നെ ഞങ്ങളുടെ അധികാരത്തിൽ ചെയ്യുവാൻ ഇടയായി എന്ന് അവർ സമർത്ഥിക്കുന്നതായി ചില ധാരാളം രേഖകളിലൂടെ, പുസ്തകത്താളുകളിലൂടെ നാം സഞ്ചരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഇന്നും അപ്രകാരമുള്ള ചില പുസ്തകത്താളുകളിലൂടെ നാം സഞ്ചരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ലോകത്തെ മുഴുവനും നാം പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ രണ്ട് പ്രധാനപ്പെട്ട വചന വിഷയങ്ങളെ അവർ വളച്ചൊടിച്ചിരിക്കുകയും അതിനെ വ്യാപകമായി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ലോകം മുഴുവനുമുള്ളതായ ജനത്തെ അവരുടെ ആ ഒരു കൺഫ്യൂഷനിൽ, അവരുടേതായ ആ ഒരു വ്യാജ പഠിപ്പീരിനുള്ളിൽ നിർത്തിക്കൊണ്ട് അവരെ മുഴുവനും വഞ്ചിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. മരണത്തെ സംബന്ധിക്കുന്ന അവസ്ഥ എന്താണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് സംഭവിക്കുന്നത് എന്ന് വേദപുസ്തകം വ്യക്തമായി പറഞ്ഞിരിക്കെ അതിന് വിരുദ്ധമായ ആശയങ്ങളെ ഈ ലോകത്തിൽ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായ സഭ ഇവിടെ വേദപുസ്തകം അടിവരയിട്ട് പറയുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം 5-ാമത്തെ വാക്യം, ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു, എന്നാൽ മരിച്ചവരോ അവർ ഒന്നും അറിയുന്നില്ല, മേലാൽ അവർക്ക് ഒരു പ്രതിഫലവുമില്ല, അവരെ ഓർമ്മ വിട്ട് പോകുന്നുവല്ലോ. മരിച്ചവരുടെ അവസ്ഥ എന്താണെന്ന് വേദപുസ്തകം വ്യക്തമായി പറഞ്ഞിരിക്കെ അതിന് വിരുദ്ധമായി മരിച്ചവർ അപ്രകാരം മരിക്കുന്നില്ല, അവർ ഇപ്രകാരം പലയിടങ്ങളിലേക്കും അലഞ്ഞുതിരിയുന്നു, അവർക്ക് പലതും ചെയ്യുവാൻ കഴിയും, അവർ പ്രാർത്ഥിക്കും, അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യും തുടങ്ങിയ വചന വിരുദ്ധമായ കാര്യാദികൾ ഈ ലോകത്തിൽ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായതിലൂടെ പ്രിയപ്പെട്ടവരെ, ഒരു ആത്മീയ കൺഫ്യൂഷൻ വചനത്തിൽ ഒന്ന് പറയുകയും അതിന് വിരുദ്ധമായത് ലോകത്തോട് പറയുവാൻ ഇടയാവുകയും ചെയ്തിട്ട് ഒരു ആത്മീയ കൺഫ്യൂഷൻ ഇന്ന് റോമൻ കത്തോലിക്ക സഭ ലോകമെമ്പാടും പ്രചരിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. ഈ ഒരു ആശയ സംഹിതകൾ അവൾ പ്രചരിപ്പിക്കുക മാത്രമല്ല, വചനം പറഞ്ഞ പ്രകാരം അവൾ സകല മ്ലേച്ഛതകളുടെയും എല്ലാ വേശ്യാവൃത്തിയുടെയും മാതാവ് എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ആ മാതാവായവൾക്ക് ധാരാളം മക്കളുണ്ട്. ആ മക്കൾ അമ്മയുടെ അതേ മാതൃകയെ പിൻപറ്റുന്നു. അതായത് ഏത് ആശയ സംഹിതകളാണോ ഈ സഭ
ലോകത്തെ പഠിപ്പിക്കുന്നത് അതേ ആശയ സംഹിതകളോട് യോജിപ്പ് പുലർത്തുകയും ആ ആശയങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന അനേകായിരം സഭകളെ ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു കാലത്ത് പ്രൊട്ടസ്റ്റന്റ് സഭകൾ എന്ന് രൂപാന്തരം പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുവാനിടയായ എല്ലാ സഭകളും ഇന്ന് ഒരുപോലെ ആ പ്രൊട്ടസ്റ്റാന്റിസം ഒക്കെ അവസാനിപ്പിച്ച് റോമൻ കത്തോലിക്ക സഭയോട് കൂടെ ചേർന്ന് അവരുടെ ആശയങ്ങളോട് കൂടെ ഇടകലർന്ന് ചേർന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കും. അതുകൊണ്ടാണ് നോ മോർ പ്രൊട്ടസ്റ്റ് എന്ന് ഇന്ന് പലരും പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ മരണത്തിൽ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് മാത്രമല്ല, ദൈവത്തിന്റെ വിശുദ്ധ ശബദ നാലാം കൽപ്പനയിൽ 7-ാം ദിവസം നിങ്ങൾ ദൈവത്തെ ആരാധിപ്പീൻ എന്ന ആ കൽപ്പന തന്നെയും അവർ മാറ്റി എഴുതി 1-ാം ദിവസത്തിന്റെ ആരാധനയെ ഈ ലോകത്തിൽ സ്ഥാപിക്കുവാനിടയായതും ഇതേ ബാബിലോണാണ്, ഇതേ സഭയാണ് എന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഒരു താക്കീത് ദൈവം നൽകുവാനിടയായത്. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ, അതിശക്തമായ ഒരു താക്കീത് ദൈവം നൽകുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും വല്ലാത്തൊരു നാളിലാണ് ഇന്ന് ഈ പകൽക്കാലം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പകൽക്കാലം ഈ നാളുകളിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നമുക്കിനിയും അധിക നാളുകളില്ല ദൈവത്തിന്റെ വചനത്തെ വളച്ചൊടിക്കുന്നവരോടുകൂടെ പങ്കുചേരാതെ സത്യത്തിന് വേണ്ടി ധീരമായ തിരഞ്ഞെടുപ്പുകളെ നടത്തുവാൻ തക്കവണ്ണം പരിശുദ്ധനായ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ആ കത്തോലിക്ക സഭയുടെ തന്നെ ചില പുസ്തക താളുകളിലൂടെ, ആ ബാബിലോണിന്റെ പ്രസ്താവനകളിലൂടെ നാം വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. Fundamentalist made for worship on Sunday. Yet there is no evidence in the Bible that corporate worship was to be made on Sundays. The Jewish Sabbath or the day of rest was of course Saturday. It was the Catholic Church that decided Sunday should be the day of worship for Christians in honor of the resurrection. Karl Keating, Catholicism and Fundamentalism എന്ന പുസ്തകത്തിൽ കേൾ കീറ്റിംഗ് അദ്ദേഹം പറയുകയാണ്, ഞായറാഴ്ച ആരാധന എല്ലാ ക്രൈസ്തവർക്കുമായി ലോകത്തിൽ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഇടയായത് കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭയാണ് അവരുടെ അധികാരത്താൽ അപ്രകാരം ഒരു മാറ്റം ഈ ലോകത്തിൽ കൊണ്ടുവന്നത്. അവർ തന്നെ അത് അംഗീകരിക്കുകയാണ്. വീണ്ടും കാർഡിനൽ ഗിബ്സൺസ് ദി കാത്തലിക് മിറർ ഡിസംബർ 23, 1893 പ്രകാരം പറയുന്നു, റീസൺ ആൻഡ് സെൻസ് demand the acceptance of one or the other of these two alternatives, either Protestantism and the keeping holy of the Saturday, or Catholicity and the keeping holy of Sunday. കോംപ്രമൈസ് ഇസ് ഇമ്പോസിബിൾ. രണ്ടിലൊന്ന് ഈ ലോകത്തിൽ നാം തിരഞ്ഞെടുത്തേ മതിയാകും. ഒന്നുകിൽ കത്തോലിക്ക സഭയുടെ മാതൃകയെ പിൻപറ്റി ഞായറാഴ്ചയെ വിശുദ്ധമായി ആചരിക്കുക, അല്ലെങ്കിൽ വേദപുസ്തകം അനുശാസിക്കുന്ന പ്രകാരം 7-ാം ദിവസമായ ശനിയാഴ്ചയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിപ്പാനും ആ ദിവസം വിശുദ്ധമായി കാണുവാനും ഇടയായി തീരുക. ആരാണ് പറയുന്നത്? കാർഡിനൽ ഗിബ്സൺ എന്ന വ്യക്തി. കത്തോലിക്ക സഭയുടെ അവകാശവാദങ്ങൾ ഇവിടെ നാം വ്യക്തമായി മനസ്സിലാക്കുകയാണ്. ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ആ ബാബിലോണിനെ നമുക്കിവിടെ പരിചയപ്പെടുവാൻ തക്കവണ്ണം സാധിക്കുന്നു. But since Saturday, not Sunday, is specified in the Bible, isn't it curious that non-Catholics who profess to take their religion directly from the Bible and not from the church observe Sunday instead of Saturday? Yes, of course, it is inconsistent, but the change was made about 15 centuries before Protestantism was born. They have continued to observe custom even though it rests up on the authority of the church and not upon the explicit text in the Bible. That observance remains the reminder of the mother church from which all non-Catholic sects broke away. Like a boy running from his mother but still carrying in his pocket a picture of his mother or a locket of her hair. The faith of millions. Reverend John A. O'Brien, page 421, 422. ഇവിടെ അദ്ദേഹം പറയുകയാണ്, ഞായറാഴ്ച ആരാധന എന്നത് കത്തോലിക്ക സഭയുടെ ഒരു കുഞ്ഞാണ്, അല്ലെങ്കിൽ കത്തോലിക്ക സഭയാണ് ഈ ആരാധനാ സമ്പ്രദായം ലോകത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായത്. എല്ലാ പ്രൊട്ടസ്റ്റന്റുകാരും ഇന്ന് ആ മാതൃകയെ പിൻപറ്റുന്നതിലൂടെ ഞങ്ങൾ പ്രൊട്ടസ്റ്റന്റുകാരാണെന്ന് അവകാശപ്പെടുകയും, എന്നാൽ അമ്മയെ വിട്ട് ഓടിപ്പോയവൻ എനിക്ക് നിന്നിങ്ങനെ വേണ്ട എന്ന് പറയുന്ന ആ കുഞ്ഞ് ഓടിപ്പോകുമ്പോൾ തന്നെയും അമ്മയുടെ ഒരു പടവും കൂടെ പോക്കറ്റിൽ വെച്ച് ഓടിപ്പോകുന്നത് പോലെ ആയിപ്പോയി. ഒന്നുകിൽ നിങ്ങൾ ദൈവത്തെ വചനപ്രകാരം 7-ാം ദിവസമായ ശനിയാഴ്ചയിൽ നിങ്ങൾ ആരാധിക്കുക, അല്ലെങ്കിൽ
കത്തോലിക്ക സഭയോടുകൂടെ ചേർന്ന് പ്രൊട്ടസ്റ്റാന്റിസം ഒക്കെ അവസാനിപ്പിച്ച് ഞായറാഴ്ചയിൽ അവരുടെ അധികാരപത്രമായ അധികാര ചിഹ്നമായ ഞായറാഴ്ചയിൽ ഒരുമിച്ച് കൂടുക. ഇതാണ് അവിടെ കാർഡിനൽ റെവറൻഡ് ജോൺ ഒബ്രിയോൻ എന്ന മനുഷ്യൻ പറയുവാൻ ഇടയായി തീർന്നത്. When the priest announces the tremendous words of consecration, he reaches up into the heavens, brings Christ down from his throne and places him upon our altar to be offered up again as the victim for the sins of men. It is a power greater than that of saints and angels, greater than that of seraphim and cherubim. The priest brings Christ down from heaven and renders him present on our altar as the eternal victim for the sins of men, not once but 1,000 times. The priest speaks, and lo, Christ the eternal and omnipotent God bows his head in humble obedience to the priest's command. എത്രത്തോളം ദൈവദൂഷണമാണ് പ്രിയപ്പെട്ടവരെ ആ ബാബിലോണിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അവരുടെ അൾത്താരകളിൽ സംഭവിക്കുന്നതായ വസ്തുതകളെ കുറിച്ച് അവർ ഇപ്രകാരം അവകാശപ്പെടുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ വീണ്ടും വീണ്ടും ആ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം താഴേക്ക് വിളിച്ചു വരുത്തുന്നു. എത്രമാത്രം ദൈവദൂഷണമായ കാര്യങ്ങളാണ് ഇവിടെ പറയുവാനും പ്രവർത്തിപ്പാനും പ്രചരിപ്പിക്കുവാനും ഒക്കെ ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ജനത്തെ പ്രാചീന ബാബിലോണിലേക്ക് അടിമകളായി പിടിച്ചു കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ ബാബിലോൺ സാമ്രാജ്യത്തിൽ ദൈവത്തിന്റെ ജനം അടിമകളായി പിടിച്ചുകൊണ്ട് പോകപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. എങ്കിലും ദൈവം അവരെ അവിടെ വിട്ടുകളയാതെ അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം അവരെ അവിടെ നിന്നും വിടുവിക്കുവാൻ ഇടയായ പ്രകാരം ദൈവം അന്ത്യനാളുകളിലും തന്റെ ജനത്തിനു വേണ്ടി ഒരു വിടുതൽ നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അനേകർ ഇന്ന് ഈ ബാബിലോണിന്റെ അനവധിയായ വചനവിരുദ്ധതകൾക്ക്, അനവധിയായ ദുരാചാരങ്ങൾക്ക് അടിമകളായി ആ ബാബിലോണിന്റെ കീഴിൽ അടിമകളായി തീർന്നിരിക്കുന്നു. എന്നാൽ ദൈവം പ്രാചീന ബാബിലോണിൽ നിന്നും തന്റെ ജനത്തെ വിടുവിക്കുവാനിടയായതുപോലെ അന്ത്യനാളുകളിലും തന്റെ ജനത്തെ, തന്റെ പ്രിയപ്പെട്ടവരായ മക്കൾ ആയിരക്കണക്കിന് പേർ ഇന്ന് ബാബിലോണിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. ആ ജനത്തെ വീണ്ടും ദൈവം വിടുവിക്കുവാനിടയായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 14 അധ്യായം 8 വാക്യത്തിൽ രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്നു വീണുപോയി. തന്റെ നടപ്പിന്റെ ക്രോധമദ്യം, തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം അടിമകളായി പിടിച്ചുകൊണ്ടുപോയവരെ വിടുവിക്കുവാൻ ദൈവം പ്രവർത്തിച്ച പ്രകാരം ഇന്ന് ഈ ആധുനിക ബാബിലോണിന്റെ സകല മ്ലേച്ഛതകളെയും ദുർനടപ്പുകളെയും അറിയാതെ പിൻപറ്റുന്ന വിശ്വസ്തരായ, സ്നേഹമതികളായ, സ്നേഹവാന്മാരായ, വിശ്വസ്തരായ, നിഷ്കളങ്കരായ, നേരുള്ളവരായ ആയിരക്കണക്കിന് പേർ ഇന്ന് അനേക സഭകളിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. ആ ജനത്തോട് ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. എന്താണ് ദൈവത്തിന്റെ ആഹ്വാനം? വെളിപ്പാട് പുസ്തകം 18 അധ്യായം 14 വാക്യം, വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്നും ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ട് പോരുവൻ. അവളെ വിട്ട് പോരുവാൻ, ആ ബാബിലോണിനെ വിട്ട് പോരുവാൻ പരിശുദ്ധനായ ദൈവം തന്റെ ജനത്തോട് ആഹ്വാനം ചെയ്യുകയാണ്. അവളെ വിട്ട് പോരുവാൻ പരിശുദ്ധനായ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. നാം ഇനിയും അപ്രകാരം പോരുവാൻ, അവളെ വിട്ട് പോരുവാൻ നാം തയ്യാറാകുന്നില്ലെങ്കിൽ വചനം പറയുകയാണ്, അവളുടെ പാപങ്ങളിൽ ഓഹരിക്കാരാകാതെ ഇരിപ്പാനും അവളുടെ കുറ്റങ്ങളിൽ നിങ്ങളും ഓഹരിക്കാരാകാതെ ഇരിപ്പാൻ ഇതാ നിങ്ങളെ ഞാൻ വിളിക്കുന്നു. നിങ്ങൾ മടങ്ങി വരുവൻ, ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ അനുസരിക്കുവാൻ. അതിശക്തമായ ന്യായവിധി ഇന്ന് ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. കൊറോണ വൈറസ് ഒരു ഭാഗത്ത് അനേകരെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് വെള്ളപ്പൊക്കവും മറ്റിതര പ്രയാസങ്ങളും ഒക്കെ സംഭവിക്കുന്നു. വിമാന ദുരന്തങ്ങളും അനവധിയായ അപകടങ്ങളും പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം ഇനി അധിക സമയമില്ല എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നുകിൽ നാം ഈ ലോകത്തെ ആരാധിക്കുവാൻ, ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസൃതമായി ജീവിക്കുവാൻ തിരഞ്ഞെടുപ്പ് നടത്തുക, അല്ലെങ്കിൽ യഹോവയായ ദൈവത്തെ എന്ന വസ്തുതയെ നാം ആരും മറന്നുപോകരുത്. കർമ്മേൽ പർവ്വതത്തിൽ ഏലിയ പ്രവാചകൻ ഒറ്റയ്ക്ക് നിന്ന് ബാൽ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ ഏലിയാവ് തന്റെ ജനത്തോടായി ഇപ്രകാരം പറയുവാനിടയായി. 1 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായം 21 വാക്യം, അപ്പോൾ ഏലിയാവ്
അടുത്തു ചെന്ന് സർവ്വജനത്തോടും നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിക്കുവിൻ, ബാൽ എങ്കിലോ അവനെ അനുഗമിപ്പിക്കുവിൻ എന്ന് പറയുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് 2 തോണിയിൽ കാൽ വെച്ച് ജീവിച്ചിരിക്കുന്നവരാണോ? ഒന്നുകിൽ സത്യത്തിന് വേണ്ടി ധീരമായ ഒരു നിലപാട് സ്വീകരിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ തള്ളിക്കളഞ്ഞു പോകുവാൻ നിങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എത്രമാത്രം സങ്കടകരമായ, വേദനാജനകമായ ഒരു അനുഭവമാണ്. അന്ത്യനാളുകളിൽ അനേകർ യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് ഇപ്രകാരം പറയും: ഓ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ വീര്യപ്രവൃത്തികളെ പ്രവർത്തിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, വൻ കാര്യങ്ങളെ ചെയ്തു. യേശു അവരോട് പറയുവാനിടയായത്: ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവൻ. അപ്രകാരം കേൾക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവോ? ഞാൻ ആഗ്രഹിക്കുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മുൻപിൽ നിൽക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതിന് ഈ ബാബിലോണിനെ വിട്ട്, സകലവിധമായ മ്ലേച്ഛതകളെയും വിട്ട്, വചനവിരുദ്ധതകളെയും വിട്ട് യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ നമ്മെ പരിശുദ്ധനായ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. കാരണം യേശു പറയുന്നു: ഞാൻ നല്ല ഇടയനാകുന്നു, പിതാവ് എന്നെ അറിയുന്നത് പോലെ, ഞാൻ പിതാവിനെ അറിയുന്നത് പോലെ എനിക്കുള്ളവയെ ഞാൻ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. യോഹന്നാൻ 10:14. വീണ്ടും 27-ാമത്തെ വാക്യത്തിൽ: എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അപ്രകാരം യേശുവിനെ അറിഞ്ഞ് യേശുവിനെ അനുഗമിക്കുന്നവരെ കുറിച്ച് വചനം പറയുന്നു: അവർ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരും യേശുവിന്റെ വിശ്വാസമുള്ളവരുമായിരിക്കും. ആ ഒരു ഗണത്തിൽ എണ്ണപ്പെടുവാനും കർത്താവിന് വേണ്ടി നീതിയോടെ നിലനിൽക്കുവാനും ഈ ലോകത്തിൽ ദൈവം നമ്മെ ഇന്ന് പകൽക്കാലം വിളിക്കുകയാണ്. പ്രതിസന്ധിയുടെ ഈ നാളുകളിൽ ഇനിയും ഹൃദയത്തെ കഠിനപ്പെടുത്താതെ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതങ്ങളെ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കാം. മഹാപരിശുദ്ധനും വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, വീണുപോയി മഹതിയാം ബാബിലോൺ വീണുപോയി. ഈ ലോകത്തെ മുഴുവനും വേശ്യാമദ്യം കുടിപ്പിച്ചതായ ആ ബാബിലോൺ വീണുപോകുവാൻ തക്കവണ്ണം ഇടവരും എന്ന് നമ്മെ ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുമ്പോൾ വേഗത്തിൽ അവളെ വിട്ടു പോരുവാനുള്ള ആഹ്വാനം ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി ഉചിതമായ തീരുമാനമെടുക്കുവാൻ, ദൈവ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു ജനമായി തീരുവാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണം. ഈ ഒരു തീരുമാനമെടുക്കുവാനിടയായ എല്ലാ കുടുംബങ്ങളെയും കർത്താവേ, ഇന്ന് പകൽക്കാലം അവിടുന്ന് അനുഗ്രഹിക്കണമേ. പാഴാക്കുവാൻ ഇനിയും സമയമില്ല. ഓരോ പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുന്ന ഈ നാളുകളിൽ കർത്താവിനെ നോക്കി നിർണായകമായ തീരുമാനങ്ങളെ കൈക്കൊള്ളുവാൻ ഞങ്ങൾ എല്ലാവരും അവിടുന്ന് സഹായിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപ തോന്നി കേൾക്കുമാറാകണം.